നമ്മൾ ഈ വാഴയുടെ ഇല വെട്ടുമ്പോൾ സാധാരണ നമ്മൾ ഇതേപോലെ ഇങ്ങനെ വെട്ടിയിട്ട് വാഴയുടെ ആ ഇലയുടെ ബാക്കി ഇങ്ങനെ അവിടെ ഉണ്ടാവും. ഇങ്ങനെ നമ്മൾ ഒരിക്കലും ചെയ്യരുത് കേട്ടോ. വാഴയുടെ ഇല വെട്ടുമ്പോൾ ഈ ഒരു ഏരിയ ഇതാ അവിടെ നിന്ന് ഇങ്ങനെ കറക്റ്റ് ഇങ്ങനെ ഇതായിട്ട് നല്ല രീതിയിൽ വെട്ടണം. ജസ്റ്റ് വാഴനോട് അടുപ്പിച്ചിട്ട് പോകുന്ന രീതിയിലാണ് വാഴയുടെ ഇല വെട്ടാൻ. അതാണ് നല്ലത് കേട്ടോ. അതെല്ലാം നമ്മൾ ആദ്യം കാണിച്ച രീതിയിലാണ് വെട്ടുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു ഇലയുടെ ആ ഒരു കുറ്റി ഭാഗമല്ലേ അതിങ്ങനെ കുറേ നിന്നിട്ട് അത് ഇങ്ങനെ ഒരു ചീഞ്ഞ പോലെ ആയിട്ട് കളർ മാറി മഞ്ഞ കളറൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ചെള്ള് പോലത്തെ ജീവികളിങ്ങനെ താമസമാക്കാനോ അതുപോലെ പുഴുക്കളൊക്കെ വരാനോ അത് കാരണം വാഴയ്ക്ക് കുത്തു വരാനോ അങ്ങനെ കേട് വരാനൊക്കെ ചാൻസ് ഉണ്ട്. അതുപോലെ വാഴയുടെ ഇല വെട്ടുമ്പോൾ എന്ത് ചെയ്യുക, അതിൻ്റെ ഇല ആ വാഴയ്ക്ക് തന്നെ നമ്മൾ പൊതുവായിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കുക. പ്രത്യേകിച്ച് ചൂട് കാലത്തൊക്കെ ആകുമ്പോൾ എന്താ വെച്ചാൽ വെള്ളത്തിൻ്റെ ഈർപ്പം അവിടെ അങ്ങനെ നിൽക്കാനൊക്കെ നല്ലതാണ്. അപ്പോൾ കണ്ടിട്ട് ഇത് അങ്ങനെ വെട്ടിയൊരു വാഴ ഇല കേട്ടോ. ആ ഒരു ഇലൻ്റെ ഉള്ളിൽ അത് ഇങ്ങനെ ചീഞ്ഞിട്ട് ഇതായിട്ട് നമുക്ക് ഉള്ളിലിങ്ങനെ ഉറുമ്പും അങ്ങനത്തെ കുറച്ച് ജീവികളൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു സൈഡിൽ ഇതേപോലെ വെട്ടിയിട്ടുണ്ടായിരുന്നു. നമുക്കും അറിയില്ലായിരുന്നു ആദ്യം. പിന്നെ നമ്മളിങ്ങനെ ഓരോ വീഡിയോ കാണുമ്പോൾ അതുപോലെ ഓരോരുത്തരും ഇങ്ങനെ പറയുമ്പോഴേക്കാണ് അറിയുന്നത്. ഇപ്പോൾ കണ്ടിരുന്നത് ഇങ്ങനെ ഇതായിട്ട് ഇതിൻ്റെ കുറച്ചും കൂടി ഇങ്ങനെ താഴത്തേക്ക് നോക്കാം ഉണ്ടാവും ഒരു ചെള്ള് പോലത്തെ ജീവികളും ഇതൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇത് ജസ്റ്റ് വാഴയുടെ തണ്ടിന് കുത്തിയിട്ട് അത് മൊത്തം തൂമ്പടക്കാനോ അങ്ങനത്തെ ഇതൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ വെട്ടുമ്പോൾ അത് ശ്രദ്ധിക്കാം. അപ്പോൾ ഇന്നത്തെ വിശേഷം എത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്തേക്ക്, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കും. അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ കാണുന്നവരിക്കും ബൈ.